ചങ്ങനാശ്ശേരി കിടങ്ങനാക്കി പേര് സ്ഥലമൊന്നും പറയത്തില്ല. ഒരു കടയാറുണ്ട്. അവൻ ചുമ്മാ റോഡ് എന്ന് ചോദിച്ചു, ചേട്ടാ അവിടെ അങ്ങനെ വഴക്ക് നടക്കുന്നു, ഇങ്ങനെ പോണം. ഇവൻ അതിനകത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുത്തനെ. അവന്റെ റോഡ് മെയിൻ റോഡ് നിൽക്കുക, ചേട്ടാ അവിടെ മാപ്പിളക്കല്ലോ മഴക്കുണ്ടാക്കുന്നുണ്ടോ. ഞാൻ നിർമ്മല കഥ പറഞ്ഞതല്ല, ആളിനെ ഒരിക്കൽ എന്നൊരു പോകുമ്പോ കാണിക്കാറില്ല. കഴിഞ്ഞ ദിവസം പോയപ്പോ ഞാൻ കാണിച്ചു, വീണ ഞാൻ കാണിച്ചു, എന്താ കക്ഷിയത് നോക്കിട്ടോളാം. മഴക്കറിയില്ല. നമ്മള് വണ്ടി വരുമ്പോ വണ്ടി ഇറങ്ങി ചെറിയ അവിടെ നല്ല പ്രശ്നം. അന്നേരം അവൻ അങ്ങോട്ട് എല്ലാം ഞാൻ അതോട് യോജിക്കുന്നു. മഴക്ക് വിലയ്ക്ക് മേടിക്കുക. അപ്പൊ ഈ പുറപ്പാട് 17 1 2 വായിക്കുമ്പോ നമ്മൾ ഓർക്ക് ആദ്യമായിട്ടാണ് ഇവരൊരു കലകം അല്ല. ഇവര് നേരത്തെ മുതലേ നിന്നിടത്ത് വഴക്കാം. അമ്മായിമ്മ തല്ലിയ പെന്തിക്കോസ് വന്നത് ഗുണമാവോ? ഭർത്താവിന്റെ പെങ്ങളെ ഒറ്റ ഇടിക്ക് ഉറക്കി ഗുണമാവോ? നിങ്ങൾ പറ. ഇവിടെ വന്നപ്പോ ഞായറാഴ്ച വെള്ളം ഇട്ട് ഇങ്ങനെ സ്തോത്രം ഒരു കസാര നിറച്ചു. അവിടെ ഇരിക്കാനും നല്ല സുഖമുള്ള കസാരയാ. അങ്ങോട്ട് ഇങ്ങോട്ട് താഴെ ഇരിക്കാൻ. ഞാനും അതൊക്കെ കണക്ക് കൂട്ടിയാണ് മേടിച്ചത്. സ്തോത്രം. ആദ്യമായിട്ടല്ല ഈ കലകം. ഇവരുടെ ജീവിതത്തിൽ ഇത് അലിഞ്ഞു കിടക്കുക. ഇവരെ എവിടെ കൊണ്ടിട്ടാലും ഇവര് വഴക്കുണ്ടാക്കും. അവിടെ നമ്മളിവരെ എന്തുവാ ബോട്ടുണ്ടല്ലോ, അല്ലെന്ന് ഹൗസ് ബോട്ട് വേമ്പനാട്ട് കായലിന്റെ നടുക്കൊരു സ്ഥലമുണ്ട്, പാതിരാമണൽ. ഇവരെ ഹൗസ് ബോട്ട് കയറ്റി പാതിരാമണൽ ഇറക്കിയാൽ ചുമ്മാ തെങ്ങുമായിട്ട് വഴക്കുണ്ടാകും. നീ എന്തിനാ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നെന്ന് ചോദിച്ച് അതിനോട്ടൊരു തൊഴി. ജീവിതം. എന്നാൽ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ജയമെടുക്കണം. അല്ല പിന്നെ കൈയടിച്ച് പാടി പ്രാർത്ഥിച്ചിട്ട് എന്നെ യാതൊരു പ്രയോജനവും. ആ നേരം പോയി ഞാൻ എന്റെ കൂടെ വരികയാണ് മല്ലപ്പള്ളിയിൽ നിന്ന്. അവിടെ സാധാരണ കണ്ണൻ ചെയ്യുമ്പോൾ ഒരു കൊട്ട മേടിക്കാം. നീ 5 വാരം എടുത്ത് തിന്നാട് പാപ്പച്ചായി ഞായറാഴ്ച പറഞ്ഞ പോലെ ഒന്നുമില്ലേ 2 കൊട്ട കണ്ണൻ ചെയ്യുമ്പോൾ വെറുതെ ഇവിടെ വന്ന് കുത്തിയിരുന്നത് സമയം എന്നെ കിടത്തുന്നത്. കാശ് ഞാൻ മുടക്കി കളയും. 2 കൊട്ട കണ്ണൻ ചെയ്യപ്പോൾ ഞാൻ വേണേ താറ കൊടുത്തു തരാൻ നിനക്ക്. സ്തോത്രം. ഇല്ല, ഇപ്പൊ മാങ്ങാടെ സീസണാ. മാങ്ങ തരാം, അച്ചാറൊക്കെ വിൽക്കുക. അങ്ങനെ ഒരു 10 രൂപ അച്ചാറുടെ വിധവും ഞാൻ പറഞ്ഞു തരാം. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നെങ്കിൽ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇന്ദ്രിയജയമുള്ളവരായി തീരണം. വെള്ളം താൻ ചോദിച്ചാൽ മതിയല്ലോ. ഉടനെ കരകിക്കേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഭയങ്കര പ്രശ്നമുണ്ടാക്കി ദൈവത്തിന്റെ മഹത്വം. ഒരു മോശം പറഞ്ഞു, എനിക്ക് വെള്ളം തരികയെന്ന് കലകിച്ച് പറഞ്ഞു. ഈ കലകിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ അകത്തെ മനുഷ്യനെ ക്ഷീണിക്കുക. അതെ, ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ രബീദിൽ വന്നപ്പോൾ അമാലിലേക്ക് യുദ്ധത്തിന് വരിക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ ക്രമീകരണവും രൂപാന്തരവും വരുത്താതെ ഞാനും നിങ്ങളും മുമ്പോട്ട് പോയാൽ ശത്രു നമ്മെ പരാജയപ്പെടുത്തും. ഇനി മറുവശം ദൈവം തമ്പുരാൻ ഇവരെ നടത്തിയ വിധം ഓർത്താൽ കലഹിക്കരുത്. ഞാനും നിങ്ങളും എല്ലാം പുറകോട്ടെന്ന് ചിന്തിച്ച് ദൈവം എന്നെയും നിങ്ങളെ നടത്തിയ വിധം ഓർത്താൽ ഒരക്ഷരം നമ്മൾ മിണ്ടരുത്.
ഒരക്ഷരം മിണ്ടരുത്. ഞങ്ങളുടെ അമ്മ പറയുന്നത് നിന്റെ കിറുക്കിട്ട് കുത്തിയാ പോലും മിണ്ടരുത്. ഇന്നലെ അപ്പടെ മാറുമെന്ന് പറയാനേ പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ക്ഷീണമൊന്നുമില്ല. ഇനി അടുത്ത് വന്ന് നിന്റെ കിറുക്കത്തിന് കുത്തു കുത്തിയാ പോലും കുത്തു കൊണ്ടേച്ച് സ്വോത്രം പറഞ്ഞു. കാരണം ദൈവം നമ്മളെ അങ്ങനെ നടത്തുന്നത്. ഇവര് ദൈവിക പരിപാലനവും സംരക്ഷണവും വിടുതലും അനുഭവിച്ചവരാ. ഈ ശരീരത്തിൽ രോഗം വരാൻ സാധ്യതയില്ലാഞ്ഞിട്ടാണോ? ഒരുമാതിരിപ്പെട്ട രോഗമെല്ലാം വരാൻ നല്ല ശരീരമാണ് നമ്മുടെ, അല്ലേ? ക്യാൻസർ വരാൻ നല്ല ശരീരമാണ്, ബ്രെയിൻ ട്യൂമർ വരാൻ നല്ല ശരീരമാണ്, അറ്റാക്ക് വരാൻ നല്ല ശരീരമാണ്, കിഡ്നിക്ക് പ്രോബ്ലം വരാൻ നല്ല ശരീരമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം എന്ന് പറയുന്ന, പക്ഷെ ഇതൊന്ന് വേശാതാ ഇതുവരെ നടത്തിയ സ്തോത്രം സ്തോത്രം സ്തോത്രം. വലിയ പട്ടിണിയൊന്നും ആരും കിടന്നിട്ടുമില്ല പറഞ്ഞ. പക്ഷെ ഇപ്പോൾ ഒരു 2 കിലോ അരിയെങ്കിലും വീട്ടിൽ കാണും, ഇല്ലേ? പറ. ഒരു 3 ജോഡി ഡ്രസ് കാണുമോ? 2 ജോഡി ചെരുപ്പുണ്ടോ? ഇല്ലേ? സ്തോത്രം. രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷിപ്പാൻ ഉപവസിക്കുന്നവരുടെ കാര്യമല്ല, ഭക്ഷിക്കാൻ ഇടയാകുന്നില്ലേ? അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ ബാത്റൂമിൽ പോകാനുള്ള ആക്കമുണ്ടല്ലോ, പല സഹായം വേണ്ടല്ലോ. നീ രാത്രി പ്രാർത്ഥിച്ച് കിടന്നു രാവിലെ ഉണരാൻ ഭാഗ്യം ഉണ്ടായല്ലോ. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം കൃപ തന്നില്ലേ? മുൻപിൽ വെക്കുന്ന ഭക്ഷണം കൈകൊണ്ടെടുത്ത് ഭക്ഷിക്കാൻ ആക്കവും ആവതും ദൈവം തരുന്നില്ലേ? അയ്യോ, ഞാൻ ഈ അടുത്ത സമയത്തൊക്കെ എനിക്കൊന്നും, ഞാൻ കാണുമ്പോ എനിക്കൊന്നുകൂടെ ഭയമാണ്. മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട. ഞങ്ങൾക്കൊരു അമ്മയുണ്ടായിരുന്നു, എന്ത് മാന്യമായിട്ട് ജീവിച്ച അമ്മയാണ്. അമ്മയന്ന് വളരെ കറക്റ്റ് ആയിരുന്നു കാര്യം. അവസാനം മൂക്കിൽ കൂടെ, അത് നമ്മൾ കണ്ടതാണ്. സ്തോത്രം. ഞാൻ ഒരാളോടോ 2 പേരോടോ നിങ്ങളോടോ മാത്രമല്ല എന്നോടും കൂടെ അന്ന് ചുപ്പാസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ വഴക്കുണ്ടാക്കരുത്, കലഹിക്കരുത്. കയ്പിന്റെ വേര് പോലും ഒരാളൊരു വിഷയം നമ്മുടെ ഒരു വിഷയം കൊണ്ടുവന്ന് അന്നേരം അത് ബ്ലോക്ക് ചെയ്യണം. ഇവിടെ പറയാം അങ്ങനെ നീ പറയരുത്, അത് ശരിയല്ല, ഇവിടെ വെച്ച് നിർത്തിയാക്കണം, പാടില്ല. പുള്ളി കുരുക്കൊപ്പിക്കാനായിരിക്കും വരുന്നത്, അന്നേരം സ്റ്റോപ്പ് ചെയ്യണം. എങ്കിലും നമ്മുടെ വീടും സഭയും നാടും നന്നാകും. ഉദാഹരണം എന്ന് പറയണം, അങ്ങനെ ഇത് ഞാനും ഉൾപ്പെടുത്തണം. ഏതായാലും ഞാൻ ഇതിങ്ങനെ വിടാൻ സ്തോത്രം. ഒരു സഹോദരൻ ഒരു വിഷയം എന്ന് പറഞ്ഞു, അന്നേരം സ്റ്റോപ്പ് ചെയ്യണം. സിസ്റ്റർ പാടില്ലെന്ന് പറയാം, ബ്രദർ അത് പാടില്ല. അല്ലെ പാസ്റ്റർമാര് വന്ന് പറയുക, പാസ്റ്റർമാരൊക്കെ പറയും. ദൈവത്തിലും വന്ന് പറയും, പാടില്ല. നാവിനെ നിയന്ത്രിക്കണം. കലക്കത്തിന്റെ ഒരു പേര് പോലും മുളയ്ക്കരുത്. ദൈവത്തിന് മഹത്വം. ഇവരെ ദൈവം തമ്മിൽ നടത്തിയ വിധം ഓർത്താൽ ഇവര് വഴക്കുണ്ടാക്കരുത്. ഭക്ഷണം നമുക്ക് ദൈവം തന്നു, പാടേക്കാന്തന് കയറി കിടക്കാൻ ദൈവം ഇടം തരുന്നില്ലേ? വസ്ത്രം ദൈവം തന്നില്ലേ? ഭക്ഷണം തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? ആയുസ് തന്നില്ലേ? അവനവന്റെ വണ്ടിയോ അല്ലെങ്കിൽ മറ്റു വണ്ടിയോ യാത്ര ചെയ്യാനും ഓടിക്കാനും ദൈവം കൃപ തരുന്നില്ലേ? അപകടങ്ങൾ റോഡ് നടക്കാനിട്ടാണ്. ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ അപകടം സാമ പിടിച്ചു കയറ്റിയത്. ഒരു കാറിലെ ഒരു സഹോദരനും 2 സഹോദരിമാർ പിടിച്ചു. ആ സ്ഥലപ്പോലും മറന്നുപോയി. പാലാത്ര. ദൈവം അവരെ സൂക്ഷിച്ചു, അങ്ങനെ പറയാം. നമ്മളെല്ലാം വണ്ടി യാത്ര ചെയ്യുന്നവരാ. കാല് കൈയില്ലാഞ്ഞിട്ടാണോ? ശരീരമില്ലാഞ്ഞിട്ടാണോ? എന്ത് ഭദ്രമായിട്ടാ ദൈവം നമ്മെ നടത്തുന്നത്. എന്ത് അത്ഭുതകരമായി
വിധമായിട്ടാണ് ദൈവം നമ്മെ നടത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ദൈവം നടത്തിയ വിധമോർത്താൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ, കഴിവുള്ളവർ, കുലീനന്മാർ, വിശ്വസ്തന്മാർ, വിശുദ്ധന്മാർ മൺമറഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്കും ദൈവം ആയുസ് തന്നിരിക്കും. എന്തിനാണ് ചോദിച്ചാൽ അവൻ വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിനെ ഭജിച്ച് ആത്മാക്കളെ നേടി അവൻ ദൈവരാജ്യത്തിൽ ചെല്ലാണ്. നമ്മള് വിശുദ്ധരായതുകൊണ്ടല്ല, പൂർണ്ണരായതുകൊണ്ട് ഇവിടെ ഇരുത്തിയതല്ല, നമ്മേക്കാൾ പൂർണ്ണതയാ കർത്താവ് ചേർത്തത്. എന്റെ ഭാഷ പറഞ്ഞ നമ്മൾ ഒന്നുകൂടെ ക്രമീകരിക്കപ്പെടാൻ, ദൈവത്തിന് മകത്ത് നമ്മൾ ഒന്നുകൂടെ ആമേൻ ദൈവസന്നിധി ക്രമപ്പെടാൻ വേണ്ടിയാ ഈ പ്രാർത്ഥന. അതിനെല്ലാം ഉതകണം. വിശേഷിച്ച് ഇന്ദ്രിയ ജയങ്ങളുടെ മേൽ ദൈവമക്കൾ എല്ലാവരും ജയമുള്ളവരായിരിക്കണം. ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം. വളരെ സൂക്ഷിക്കണം എല്ലാവരും. കാരണം ഈ ഉൽപ്പത്തി പുസ്തകവും കൊരിന്ത്യലേഖനമൊക്കെ ചേർത്ത് പഠിച്ചാൽ പിശാച് ഇടം തപ്പി നടക്കുക. അപ്പൊ നമ്മൾ അതിന് ഇടം ഒരുക്കരുത്. പഴുതടച്ച് സൂക്ഷിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കണം. സ്തോത്രം, സ്തോത്രം. കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ആത്മീയ കാര്യം പറയണം. ആത്മീയ കാര്യം. ഈ ഒന്നിലെ ആ സങ്കീർത്തനം, ഞാൻ ആ വാക്യം പറഞ്ഞു, ഏതായിരുന്നു ആ വാക്യം? ഇല്ല, പാസ്റ്റർ ഇടയ്ക്ക് പാടിയ ആ പാട്ട് ഞാൻ ആദ്യം കേൾക്കുക. അത് പാട്ട് ദിവസത്തിലല്ലോ ഉണ്ട്. ഇതൊക്കെ അത് നല്ല കാര്യമല്ലേ? നമ്മുടെ ആ കൂട്ടുവിശ്വാസി വളരെ കഷ്ടത്തിലാണ്. നമുക്ക് ആഴ്ച അവിടെ ഒന്ന് പോകാം. അവര് ആ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് എന്തോ ഒരു ക്ഷീണമാണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ദിവസം അങ്ങോട്ടൊന്ന് പോയെന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നമുക്കൊന്ന്, സഹോദരിമാര് തന്നെ നമുക്ക് അവരുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ദൈവദാസന്മാർക്കല്ലേ, പുരുഷന്മാർക്കൊരു വീട്ടിൽ ചെന്ന് അടുക്കളയിൽ അങ്ങനെ കയറാനൊക്കത്തില്ല. ഞങ്ങൾ സിറ്റ് റൂമിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ ഇരിക്കുകയുള്ളൂ, അല്ലെ പറയുന്നിടത്ത്. സ്ത്രീകൾ അങ്ങനല്ല. നിങ്ങൾക്ക് അടുക്കളയിലോട്ടൊന്ന് കയറാം, ഒന്ന് നോക്കി വിവേകമുള്ളവർക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇവിടുത്തെ അടുക്കളയിലെ പരിവം. ഒക്കുന്നെങ്കിൽ, ആകുന്നെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, സാവകാശമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ, ഇതൊക്കെ തന്നെ ചെയ്യണ്ടേ? സഭയിൽ ഒരാൾ പുതുതായിട്ട് വന്നു, യോഗം കഴിയുമ്പം എവിടാ വീട്? സഹോദരിമാരാണെങ്കിൽ സഹോദരിമാരെ അങ്ങോട്ട് ചെല്ലുക. എവിടാ സിസ്റ്റർ വീട്? ഞാൻ ചിന്നത്തലയില. ആട് ചിന്നത്തല എവിടാ? ചിന്നത്തല എരമത്തൂര്. കേട്ടിട്ടേ ഉള്ളു, അറിയത്തില്ല. ആട്ടെ, എങ്ങനെ ഇവിടെ വന്ന്? അത് ഇന്നവില്ല. ഇനി അവസരം കിട്ടുമ്പോൾ മരണേ, പ്രാർത്ഥനാ വിഷയമെല്ലാം ഉണ്ടെ പറയണേ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. പേരും ഫോൺ നമ്പരും ഒന്ന് തരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കുരുക്കൊപ്പിക്കാനല്ല. ചില സഭയുടെ ഫോൺ നമ്പർ മേടിച്ചു നല്ലത് പറയുകയല്ല. രാത്രി ഇരുന്ന് കുത്തിയിരുന്ന് പുതുവാതിരായി ഉറക്കവും ഇല്ലതിരുന്നു. അതിലെ എന്റെ മര്യാദ. ഒരു സഹോദര സഭയെ വന്ന് ആദ്യമായിട്ട് എവിടാ വീട്, എവിടാ വീട്? അതെ, എങ്ങനെ വന്നേ? അതെ, സന്തോഷമാണ്. ഇനിയും വരണേ അവസരം കിട്ടുമ്പോ. നിങ്ങൾ അവിടോട്ട് വരുന്നതിന് തടസ്സം ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വരാം. വിളിച്ചാണ് പ്രാർത്ഥന. ഇതാരെയും ഒരു സഹോദരി വന്നാൽ മിണ്ടുകയല്ലോ. എന്നിട്ട് ഇവര് കണ്ടിരുന്ന ഇതൊക്കെയാണ്. ഒരു സഹോദരൻ വന്ന കൈകൊടുക്കുമ്പോൾ സംസാരിക്കത്തില്ലല്ലോ. ആദ്യം ഒന്ന് വിലയിരുത്തും, നോക്കും. നമുക്ക് മിണ്ടാൻ, നമുക്ക് മിണ്ടാൻ പറ്റുന്നതാണോ? കനം ഉള്ളതാണോ? കനം കുറഞ്ഞതാണോ? ആക്കം ഉള്ളതാണോ? ആക്കം ഇല്ലാത്തതാണോ? സ്തോത്രം. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്തോത്രം, സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ആത്മീക കാര്യങ്ങൾ പറയുക, ആത്മീക വിഷയം. ഇനി സംസാരിക്കാൻ അറിയാത്തവരെ ആത്മീയം പറയുന്നത് അവസാനം അടിയിലേക്ക് ഇരിക്കുന്നു. ആത്മീയം പറഞ്ഞ അവസാനം അവന്റെ ചെവിക്കല് നോക്കി ഒറ്റയടി. അങ്ങനെയുള്ളൊരു ഒന്നും മിണ്ടരുത്. ആത്മീയം പറഞ്ഞ് ഞങ്ങളുടെ കൊച്ചാലും എന്നോട് പറയും, പാസ്റ്റർ ഇവിടുത്തെ വഴക്കെന്ന് പറഞ്ഞ ആത്മീയം പറഞ്ഞ വഴക്ക്. എല്ലാവരും വേറെ അടുക്കള സാധനം തീർന്നെന്നോ പിള്ളേരുടെ കാര്യം ഇതൊന്നും ഇവിടുത്തെ വഴക്ക് മുഴുവൻ ആത്മീയ കാര്യം പറഞ്ഞ അവസാനം അങ്ങേയറ്റത്ത് ആത്മീയത്തിൽ തുടങ്ങിയത്.
പാടില്ല. സ്തോത്രം. നമ്മളെല്ലാവരും, ഒരാളല്ല മുഴുവൻ ആൾക്കാരും. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആ വിഷയമാണ് ഞാൻ അവർ ശ്രദ്ധിക്കുക. മറ്റ് യാതൊരു കാര്യത്തിലും ദൈവമക്കൾ ഇടപെടും. നമ്മുടെ ആത്മീയത്തിന് ഭംഗമുണ്ടാക്കുന്ന, ആത്മീയത്തിന് കോട്ടം തട്ടുന്ന ഏതൊരു വിഷയത്തിലും ദൈവമക്കൾ ഇടപെടണം. സ്തോത്രം, സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും അവൻ ഉപദേശത്തിനും അവൻ പ്രമാണത്തിനും നിരക്കാത്ത ഒരു കാര്യത്തിൽ ദൈവമക്കൾ ഇടപെടുക. വിശ്വസ്തനും വിശുദ്ധനുമായിട്ട് നിൽക്കണം. ഇവിടെ വെള്ളമില്ലെന്ന് കണ്ടപ്പോൾ കലഹിച്ചു. ഒന്നുകൂടെ പറഞ്ഞ പാഠമെന്ന് നിർത്തുക. ദൈവം നിന്നെ നടത്തിയ വിധമോർത്താൽ കലഹിക്കരുത്. നമ്മളെക്കാൾ മിടുക്കന്മാർ, ഉന്നതന്മാർ മാറ്റപ്പെട്ടപ്പോൾ ഈ ഭൂമിയിൽ ആയുസോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഇന്ദ്രിയങ്ങളെ ജയമുള്ളവരായിരിക്കണം. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കണം. എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. അടുത്തിരിക്കുന്നവരെ ആരെയും വിധിക്കരുത്. അല്ല ഇന്നെ ആ കയ്യിൽ നിന്ന് കിട്ടിയത്, ഇന്നെ ആകെ കൊടുത്ത് അങ്ങനെയൊന്നുമല്ല. ആണ് നമുക്കുള്ള ദൂത. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ദൂത് പകർത്തരുത്. അവനവനമുള്ള ദൂത. ഇന്ന് പകൽ പ്രസംഗിച്ചത് എന്നോടും കൂടെയുള്ള ദൂത. നിങ്ങളോട് മാത്രമല്ല, എനിക്കൂടുള്ള ദൂത. ഞാനും നിങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ പ്രാർത്ഥന ഒരു വിടുതലിന്റെ പ്രാർത്ഥനയാകട്ടെ. ഈ കുടുംബത്തിന് വിടുതലാകട്ടെ. ദൈവസഭയ്ക്ക് വിടുതലാകട്ടെ. കൂടപ്പെട്ട ദൈവമക്കൾക്ക് വിടുതലാകട്ടെ. തന്നെത്താനെന്ന് സമർപ്പിച്ച് എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ അപാകരമായി പൂർണ്ണരാരുമില്ല, തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ആരുമില്ല. പക്ഷെ ഇന്ന് പകൽ അവനെ നേരിട്ട് പറഞ്ഞ് ഉപേക്ഷിക്കുക. കർത്താവേ, എന്റെ ജീവിതത്തിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ, നിരൂപണത്തിൽ, കൊടുക്കവാങ്ങലിൽ, ഇടപാടിലൊക്കെ അപാകതകൾ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ എന്നോട് മനഃപൂർവ്വമായി ക്ഷമിച്ച് ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ, വിഷയങ്ങളുടെ മേൽ ജയിക്കുവാൻ എനിക്ക് കൃപ തരണമെന്ന് എല്ലാവരും